ചിരിയുടെ ചെറു തണുപ്പുമായി ഒരു കോമഡി സ്കിറ്റ്. അരങ്ങിൽ സബിൻ സണ്ണി, ആൽഡിൻ മാത്യു, പ്രജിലസ് പ്രദീപ്, അമൽ അലക്സ്, അമൽ ജെയിംസ്, ജോബിൻ അബ്ജയ്, ജിബിൻ ജോസ്, എബിൻ അബ്രഹാം, ടോം രാജ് മാത്യു, റോമലസ് പാതുവ, അതുൽ ടോം. ആദ്യത്തെയും അവസാനത്തെയും രംഗമൊന്ന്. യുദ്ധം കഴിഞ്ഞ് വിജയശ്രീ ലാളിതനായി കൊട്ടാരത്തിലേക്ക് കടന്നു വരുന്ന രാജാവ്. എന്താ പറ്റിയേ? കാസറ്റ് ഒഴുകി പോടാ. ഇത് നമ്മളെങ്ങനെ ബാല കളിക്കും? ഈ ബാലിക്ക് കളിക്കാൻ പറ്റില്ല. എന്റെ അടുത്ത് വേറൊരു ബാലുണ്ട്, നമുക്ക് അറിയില്ലടാ. പക്ഷെ അത് ഞങ്ങൾക്ക് അറിയില്ലല്ലോടാ. എടാ ഞാൻ എന്റെ അടുത്ത് മൂടിയ സ്ക്രിപ്റ്റ് ഉണ്ട്, ഞാൻ പറയുന്നത് അങ്ങോട്ട് ചെയ്താൽ മതി. അപ്പൊ ഓക്കെ, റെഡിയല്ലേ? എല്ലാം റെഡിയല്ലേ? പൈസ എല്ലാം റെഡിയല്ലേ? ആ കണ്ടപിക്കോ. എടാ രംഗത്ത് രാജാവ്. രംഗത്ത് രാജാവ് ഒന്ന് പോയേ. എല്ലാരും ഒന്ന് വന്നേ. നിങ്ങളാരും അല്ല. ഗംഗാരി ചേട്ടൻ സുരേഷ് ഇല്ലേ, അവനെ ഇങ്ങ് വിടൂ. സുരേഷ് നീയല്ലേടാ രാജാവ്, നീ ഇങ്ങ് വാടാ. ഇങ്ങോട്ടല്ലടാ, അങ്ങോട്ട്. എടാ അങ്ങോട്ട് പോലെ ഇങ്ങോട്ട് പാടാ, നടുക്കോട്ട് നിൽക്കും. രാജാവ് നേരെ നോക്കുന്നു. എന്നെയല്ലടാ അയ്യോ ആൾക്കാർ. അവൻ ഒന്നാം സ്റ്റേജിൽ നേരെ നോക്കുന്നു. പ്രകാശം പറഞ്ഞപ്പോൾ രാജാവ് പുഞ്ചിരി തോന്നുന്നു. ഏത് പ്രകാശം? എടാ ആ പ്രകാശൻ അല്ലടാ, ലൈറ്റ് വന്നല്ലോ. പുഞ്ചിരി എന്താ സുരേഷ് ഈ കാണിക്കുന്നത്? എടാ ഇങ്ങനെയല്ല, അതായത് പൊട്ടിച്ചിരി അട്ടഹാസം. ഞാൻ കാണിച്ചുതരാം. മാറ്റിക്കല്ലേ ശിക്ഷ. രാജാവ് നിന്റെ ആരാ വീട്? ആരുമില്ല. ഇവിടെ ആരുമില്ല. നിന്റെ ഡയലോഗാണ്. ചോദിക്കണം എപ്പൊ നിങ്ങളെ ആരും അല്ലെന്ന്. ഇവന് ഈ നാടകത്തിന് ഒരു ഡയലോഗ് പറഞ്ഞ പോയെ എല്ലാവരും ഒന്ന് പോയെ. എല്ലാവരും പോയെ. നീ ഇവിടെ നിക്കണം. നീ പോയല്ലേ? നീ നിക്ക്. പടം വരുന്നു. നല്ല നെഞ്ചെടുപ്പുള്ള പടനായി ഇങ്ങനെയാണ് പടാ. ഇനി ആരാ വേണം വീട് കയറ്റി വിട്ട് ഇതിനൊക്കെ പിടിച്ചോണ്ട് പോടാ. കമ്മിറ്റിക്കാരൊന്നും നോക്കണ്ട ഇതല്ല. നിന്റെ ഡയലോഗ് ആട്ടാ പടം. മഹാരാജൻ അങ്ങ് ദൃഗന്റെ പുളകിനാകട്ടെ. ഇവനല്ലല്ലോ സുനി. പിന്നെ ഇതേതാ ഈ ശരി? നീ പോയ എഴുതിപ്പടി. മന്ത്രി എഴുതുന്നു. നീയാണോ? നീ രാജാവല്ലേ? ഡയലോഗ് പറ. അറിയില്ല. ഇനി വലിയ ചിരിച്ചേ. ആ സാറേ ഞാൻ പറഞ്ഞുതരാം. മമ പ്രണാമം മഹാരാജൻ, മമ പ്രണാമം. മാക്രാണോ അല്ലടാ, മമ പ്രണാമം മഹാരാജൻ, മമ പ്രണാമം. രാമായണ മഹാരാജ കുന്തം അല്ലടാ. നമ്മൾ ഈ രണ്ടുപേരും കാണുമ്പോ വിഷയം അതന്നെ. അത്രേ ഉള്ളൂ. രാജാവ് മന്ത്രി സത്തമ പണിവാളി. എടാ നിന്റെ ഡയലോഗാണ്. എടാ കമ്മിറ്റിക്കാരുടെ അടുത്ത് കാശ് മേടിച്ചു പോടാ. എവിടെ നിക്കടാ എന്റെ ദൈവം. മിണ്ടുവിടാ. മന്ത്രി സത്തമ. എന്തിനാണ് ഇവനെ അടിച്ച്? എന്റെ അട്ട പേര് സത്തമരാജ് എന്ന് വിളിക്കാൻ ഞാൻ എന്റെ അട്ട പേര് തോലാണ്ടി എന്ന് വിളിച്ചില്ലല്ലോ. സാറില്ല, നീ ഒന്നും കൂടെ പറ. മന്ത്രി സത്തമ. നീ ഇവനെ കൊണ്ട് എന്നെ തല്ല് വാങ്ങിച്ചിട്ടേ പോളൂ. എന്നാ വേണ്ട, അവന്റെ പേര് പറ. ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് അങ്ങോട്ട് പോയാ മതി. രാജാവ് മന്ത്രി അന്തപുരത്ത് പോയി എന്റെ ഉടയാടകൾ എടുത്തുകൊണ്ട് വരൂ. മന്ത്രി അന്തപുരത്ത് പോയിട്ട് എന്റെ ഉടയാത്തത് എടുത്തോണ്ട് വരൂ. കുടയാത്തതൊന്നും അല്ല, ഉടയാടകൾ. അതായത് നിന്റെ കുപ്പായം, നിന്റെ ഡ്രസ്സും മാറ്റില്ലേ? അതിനാണ് കൊടയാട എന്ന് പറയുന്നത്. അതിന്റെ കുപ്പായം എന്ന് പറഞ്ഞാൽ പോലെ. പറഞ്ഞു. മന്ത്രി അന്തപുരത്ത് പോയിട്ട് എന്റെ പാന്റ് ഷർട്ട് എടുത്തോണ്ട് വരും. എന്താ കണ്ണടച്ച് കാണിക്കുന്ന? എടുത്തിട്ടില്ലെന്നോ? ധിക്കാരി നിന്റെ തല ഞാൻ വിട്ടു. നീ എന്താ രാജാവിനോട് ഞാൻ മര്യാദയ്ക്ക് പറഞ്ഞ വണ്ടി കയറുന്ന പാന്റ് ഷർട്ട് എടുത്തോ. മന്ത്രി വയ്ക്കോ. നീ പഠിച്ചാ പറഞ്ഞ നീ പഠിച്ചിട്ടില്ലല്ലോ ദൈവമേ. ഞാൻ വേറൊരു അടുത്ത സീന്റെ ഡയലോഗ് പറയാം. മഹാരാജൻ അങ്ങയുടെ മഹാറാണി മൈഥിലി മൈതാനത്ത് മയൂകത്തോടൊപ്പം മയൂര നൃത്തം ചവിട്ടുന്നു. നീ കാണിച്ച് സ്റ്റേറ്റ് മനസ്സിൽ അപ്പുറത്ത് എടുത്തു വെച്ചിട്ടുണ്ട്. പോയി എഴുതിപ്പടി കേട്ടാ.
ഈ സമയം മഹാരാജാവിന്റെ റാണി കരഞ്ഞുകൊണ്ട് കയറി വരുന്നു. പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് രാണി കരഞ്ഞുകൊണ്ട് ഒന്നും അറിയില്ലേ മഹാരാജൻ, ഒന്നും അറിയില്ലേ? എന്താ സുരേഷ്, എന്താണ് ഈ കാണിക്കുന്നത്? രാജി കരഞ്ഞുകൊണ്ട് കൊട്ടാരം വളഞ്ഞിരിക്കുന്നു മഹാരാജൻ, കൊട്ടാരം വളഞ്ഞിരിക്കുന്നു. എവിടെ പോവാ സുരേഷ്? ഇവിടെ ശത്രു സൈന്യത്താൽ കൊട്ടാരം വളഞ്ഞിരിക്കുന്നു. ഇത് പറഞ്ഞുകൊണ്ട് മഹാറാണി മഹാരാജാവിന്റെ തോളിൽ കിടക്കുന്നു. ഇത് ഞാൻ അടിച്ചു പൊളി. മഹാരാജാവ് ആശ്വസിപ്പിക്കുന്നു. മഹാരാജാവ് വീണ്ടും വീണ്ടും ആശ്വസിപ്പിക്കുന്നു. ഈ പിടിച്ച് എഴുന്നേൽപ്പിക്കുന്നു. പോയി പള്ളി പോയി പറയണം, 5 പൈസ തരുമില്ല, 5 മിനിറ്റ് കിടക്കട്ടെ. എടാ വിടറാ പ്ലീസ്. എടാ കമ്മിറ്റിക്കാണ് നോക്കുന്നത്. അടുത്തൊരു സീനി 10 മിനിറ്റ് ഇങ്ങനെ ആസ്വദിക്കുന്ന സീൻ. 1 മിനിറ്റ് കൂടെ കിടന്നോട്ടാ. പണി പൊയ്ക്കോട്ടാ. ഈ സമയം അയൽവക്കത്തെ മഹാരാജാവ് കോപിഷ്ഠനായി കടന്നു വരുന്നു. ഈ സമയം അയൽവക്കത്തെ രാജാവ് കോഴി കഷ്ടമായി കടന്നു വരുന്നു. ഇത് രാജാവ് അതാ വേടനാ. കോപം കൊണ്ട് ചോദിക്കാൻ പറഞ്ഞിട്ട് അവൻ നിന്ന് ചിരിക്കുന്നുണ്ട്. എടാ കോപം വരട്ടെ, കോപം വരട്ടെ. ഗോപരക്ക് വന്നിട്ട് എന്താക്കാനാണ്? ദൈവമേ കോപം വരട്ടടാ. ദേഷ്യമൊക്കെ വന്നിട്ട് എന്താക്കാനാണ്? എനിക്ക് കാശ് കേട്ടോ. എന്നെ വിധമാറി കേട്ടാ. ഈ കോപം മതി, ഈ കോപം മതി. നിന്റെ ഡയലോഗാ. മഹാരാജൻ മഹാരാജൻ വിളി കേൾക്കുന്നു. കണ്ണ മത്തിപിടുത്തക്കാരെയൊക്കെ ആണല്ലോ ദൈവമേ ഞാൻ പിടിച്ച രാജാവ്. അയ്യോ സുരേഷ നിന്റെ ഡയലോഗ്. ത്രിവിക്രമ എന്തോ ത്രിവിക്രമ ദാനങ്ങൾ പറഞ്ഞു ഞാനൊന്നുമില്ല. സുരേഷ പോലടാ, അവിടെ നിക്കടാ. എന്റെ ദൈവം. ത്രിവിക്രമ ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് അങ്ങോട്ട് പോയാ മതി. മഹാരാജൻ വാൾ ഊരുന്നു. വാള് വെക്കാനല്ല, ഉറയുന്നത് വാൾ ഊരാൻ. ഉറയുന്നത് എങ്ങനെയാണ് വാള് വരുവാ? എങ്ങനെ? ബാല പൊളിഞ്ഞു. എന്താ സുരേഷ്? വാളെടുത്തില്ല. വാളെടുത്തില്ലേ? ഇല്ല. വാള് വെച്ചിരിക്കുന്ന ആരാടാ? വാള് വെച്ചിരിക്കുന്ന ആരാ? വാള് വെച്ചിരിക്കുന്നത് ആരാ? ചേട്ടനാണോ ആ വാളൊന്നും? കുറച്ച് തൈരും കൂടി തന്നെ നിന്നല്ലാടാ ഒന്നിനെ അടിച്ചു വിട്ടേ. കേറി പോടാത്ത്. ദൈവമേ വാള് വെച്ചത് ആരാ? ദൈവമേ വാള് വെച്ചില്ലെങ്കിൽ എന്താടാ എന്താടാ? കേറിപ്പോ കേറിപ്പോ സുരേഷ. എന്താണ് അതൊക്കെ കളയടാ സുരേഷ. ദൈവമേ പണിയായില്ല. രാജാവ് കാളം പൂളം വിട്ടുന്നു. എന്നെയല്ലെന്ന് അവനെ വെട്ടുന്നതിനൊക്കെ ഒരു രസമൊക്കെ ഉണ്ട്. മരിച്ചു വീഴുന്നു. നീ എങ്ങനെയാ? നീ അല്ലേ വെട്ടിയത്? നീ എങ്ങനെയാ മരിച്ചു വീഴുന്നത്? നീ മരിച്ചു വീഴും. പൊട്ടിച്ചിരിക്കുന്നു. മരിച്ചു വീഴാൻ നീ എങ്ങനെയാ പൊട്ടിച്ചിരിക്കുന്നത്? നീ കിടക്കണ ഈ ചിരി കുഴപ്പമില്ലല്ലോ. എടാ നീയല്ലേ അവനെ കൊന്ന, പിന്നെ എങ്ങനെ അവൻ ചിരിക്കുന്നത്? ഇവിടെ ഭയങ്കര ഉറുമ്പ. എടാ ദൈവം. ഈ സമയം അയൽവക്കത്തെ രാജാവിന്റെ സൈന്യം കൊട്ടാരത്തിലേക്ക് ഇരച്ചുകയുന്നു. ഏത് സമയവും കൊട്ടാരത്തിൽ ഒരു യുദ്ധം നടക്കാം. അതെ, അയൽ രാജാവിന്റെ സൈന്യം കൊട്ടാരത്തിലേക്ക് ഇരച്ചു കയറിക്കൊണ്ടിരിക്കുകയാണ്. അതെ. അല്ല നിങ്ങളൊക്കെ എന്താ ചേട്ടാ? എന്താ വേണ്ടത്? പാല വേണ്ട. പിന്നെ നിങ്ങൾക്ക് എന്താണ് വേണ്ടത്? അത് ഞങ്ങൾക്കറിയില്ലല്ലോ ചേട്ടാ. മകന് അങ്ങ് ലേങ്ങ പുഴയായിട്ട്. എന്തോ മകന് അങ്ങ് ലേങ്ങ പുഴയായിട്ട്. ശരിയല്ലേ? ശരിയല്ല.